ഹലോ, വെൽക്കം ടു ഫ്രൈഡേ കോഫി. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ഞാൻ പിന്നെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങി, എക്സാം ആയി, അങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും, ഫുൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ എന്താ പറയുക, ഇന്നലെ കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് തൈ പീസാണ്. ഇത് ഞാൻ 2ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, 2അല്ല 3ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രി മാരിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ലെമൺ ജ്യൂസ്, ഇത് മാത്രം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 6-7 പേരുണ്ടാവും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു അടിപൊളി ഒരാളും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എന്താണ് വെള്ളി വീഴുന്നത്, ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പാക്ക് ചെയ്ത് ഞാൻ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. കാസ്പർ, വരാം. എക്സൈറ്റ്മെന്റ്. വരുന്നു. ഓ. And I'm also very beautiful. And I'm beautiful in saree കാണിക്കാതെ. ആരാ നീ എന്നാ ഈ തേങ്ങ പൊതിച്ച മോന്തയാണ് ബ്യൂട്ടിഫുൾ. If you make any distance before I come back, I will kill you. I will throw you off this kitchen balcony. No, when you come back, I will make for you. No! Surprise, I'll make a whole... Entire 1 year we were in Dubai. Tell me how many things you made and gave me. I made it, but at the Yeah, time... you made it. Did I get it? Is the question. We had restrictions, you know. We can't come out at time. ഇവിടെ ഒരു CCTV പിടിപ്പിച്ചാൽ കൊള്ളായിരുന്നല്ലേ. What? Our family, his family, and Oh yes, guys. Okay. പാലിപ്പ് തിളയ്ക്കും. എനിക്ക് ഞാൻ ഉത്തരവാദി അല്ലേ. ഈ 3 പെട്ടീസാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഇനി 3 പേര് അടിച്ച് പിരിഞ്ഞ് 3 പ്ലേറ്റായി മാറും. Casper, go eat. അങ്ങനെ ബിരിയാണി തുടങ്ങാൻ പോവുകയാണ്. ആരും ഇതിൽ ജഡ്ജ് ചെയ്യരുത്. ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ റെസിപ്പിയാണ്. സോ
ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പാചക ദൈവങ്ങളെ, ബസ്മതി റൈസ് ആണ്, കൈമ റൈസ് അങ്ങനെ അധികം ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് നിങ്ങൾ വെള്ളം പിന്നെ ഇത് റൈസ് സോക്കാവുന്നുണ്ട്. ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ റൈസ് പൊടിയും. ഇത് അയ്യോ മലയാളത്തിൽ പറയണം, സിനമൺ സ്റ്റിക്സ്. അതന്നെ സ്റ്റാർ സ്റ്റാർ മീസ് അങ്ങനത്തെ അത് മലയാളം അല്ല. ഓ ശരിയാണല്ലോ, സ്റ്റാർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. കാടമം അല്ലെങ്കിൽ ഏലക്ക. പിന്നെന്തായിരുന്നു, എനിക്ക് വേറെ കൊണ്ടൊന്നും ഇല്ല. ആ അതന്നെ. അയ്യോ അടിച്ചു പോയി ഗൈസ്. ആ ഇത് മറ്റേ ഡ്രൈഡ് ഏലക്കല്ലേ? ജാതി പറയില്ലേ, ജാതി ചോദിക്കല്ലേ, തെറ്റാണ്. പിന്നെ കുറച്ച് ജീരകം ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്, അത് ഒരുപാട് ആക്കരുത്. പിന്നെ ഗ്രാമ്പു, അത് വളരെ അത്യാവശ്യമാണ്. ഈ ഗ്രാമ്പു ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, പറക്കിയെടുക്കണം അതിനകത്ത്. ഗ്യാസ് എടുക്കാം വെയിറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രാമ്പു അധികം ഇഷ്ടമല്ല, എനിക്ക് കടിക്കുന്നതേ ഇഷ്ടമല്ല. പക്ഷെ പിന്നെ ഫ്ലേവർ ആവശ്യമുണ്ട്. റൈസ് എടാ, ഓരോ അരിമണിയും ഞാൻ ഇതിൽ നിന്ന് പറക്കിയെടുക്കണമല്ലോ. അത്രയൊക്കെ മതി. ഇതൊരു 90% കുക്കായാൽ മതി, കാരണം ബാക്കി 10% നമ്മൾ തമ്മിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ ചൂടാകുന്നുണ്ട് ഇവിടെ. ഉള്ളിക്കുള്ള എണ്ണ ചൂടാകുന്നുണ്ട്. അതുപോലെ തന്നെ അരി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായില്ല, സോറി, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുക്കാകാം, കുറച്ച് വന്നിട്ടുള്ളതാണ്. പാത്രം ചൂടായി. നേരത്തെ ഉപയോഗിച്ച അതേ എണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ശകലം എണ്ണ, കുറച്ച് എണ്ണ മതി, കാരണം ഇനിയും നമുക്ക് ചിക്കനിൽ നിന്ന് എണ്ണ എടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് കുറച്ച് മതി, കാരണം നമ്മൾ റൈസിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എണ്ണ ഓൾറെഡി ചൂടാണ്, നമ്മൾ ലൈക്ക് ഉള്ളി വറുത്തതിൻ്റെ എണ്ണ ചൂടാണ്. അപ്പോൾ കുറച്ച് ജീരകം. ഏട്ടാ സിനമൺ സ്റ്റിക്സ് അവിടെ പോയി. ഒന്ന് സിനമൺ സ്റ്റിക്സ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഗ്രാമ്പു കളർ മാറി ബേലീസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളി
നമുക്കൊരു ശകല ഉപ്പിട്ട് കഴിഞ്ഞ് ഉള്ളി ഇവിടെ നിന്ന് അടച്ചു. അപ്പോൾ ഉള്ളി ആക്ച്വലി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓവറായിട്ട് ഇപ്പോഴല്ല വഴണ്ടുന്നത്, ഇത് ഇനിയും ചിക്കൻ്റെ കൂടാണ് വഴണ്ടുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇതിനകത്തോട്ട്. ഇനിയിപ്പം ചിക്കനകത്തൊന്ന് വെള്ളം ഇറങ്ങും. ഇനി ഇതൊരു 25-30 മിനിറ്റ് നമുക്കിനി അടച്ചു വെക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. കുറച്ച് പേർക്ക് അടി പിടിക്കും എന്നുള്ള പാത്രമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇനി അടി പിടിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും നമുക്ക് സേഫ്റ്റിക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കാം. ഓവറാക്കണ്ട, ശകലം വെള്ളം. ഞാനിത് വെള്ളം ഒഴിക്കാൻ നോക്കുക. ഇത്രേ ഉള്ളൂ, അത്രയും വെള്ളം മതി. അത് അടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യം ഉപ്പിട്ടപ്പോൾ ചിക്കനിൽ ഉപ്പുണ്ടെന്ന് ഓർക്കണം കേട്ടോ. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പിന്നെ നാരങ്ങ നീരും ഒഴിച്ചാണ് മാരിനേറ്റ് ചെയ്തത്. രണ്ടാമത് ഉള്ളിയിൽ ഉപ്പിടുമ്പോൾ അതിനനുസരിച്ച് ഉപ്പിടണം. പിന്നെ അവസാനം നമുക്ക് ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ടാൽ മതി, ഒരു സേഫ് സൈഡ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തു. ഇതിന് നമുക്കൊരു 25-30 മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി ഇത് തുറക്കാൻ പോകും. ഇത് മതി ഇതിന്റെ വേവ്. കാരണം ഇനി ദമ്മിലിട്ട് അടയ്ക്കുമ്പോൾ ഒന്നുകൂടെ വരും. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇറങ്ങുന്നു അല്ലേ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ. ഇത് ആക്ച്വലി ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഇതിനകത്ത് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടില്ല, അതിനി ഇടാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ഇത് ചിക്കൻ വേവിച്ച് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന്റെ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് നമുക്ക് ആവശ്യമാണ്. ഇനിയാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു. ഇനി നമ്മളത് നന്നായിട്ട് സൂക്ഷിച്ച് ഇളക്കുക. കാരണം ചിക്കൻ വെന്തതാണ്, ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ഇളക്കുക. ഹാൻഡിൽ വിത്ത് കെയർ. മല്ലിപ്പൊടി ശകല മതി. ഗരം മസാല, ഗരം മസാല നമ്മൾ ഹോൾ സ്പൈസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഓവറാക്കി. പിന്നെ പെപ്പർ നമ്മൾ മാരിനേഷൻ ഇട്ടതാണ്. ഒരു ശകലം മഞ്ഞൾപ്പൊടി,
മെയിൻ സംഭവം, അതായത് തൈര്. ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് അടിച്ചെടുത്താണ്. ഇനിയൊരു സംഭവം, നമ്മൾ നേരത്തെ വറുത്തെടുത്ത ഉള്ളിയില്ലേ, അതിൻ്റെ കുറച്ച്, അതായത് ബാക്കി എന്താ മേളിലെ ഗാർണിഷിന് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിനകത്തോട്ട്. പിന്നെ ഒരു സംഭവം, മിന്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട, അതിപ്പോഴല്ല, ഇതൊന്നും കൂടെ ഒന്ന് കുക്കാകാനുണ്ട്. തൈരും പിന്നെ ഈ ഉള്ളിയും എല്ലാം ഒന്ന് ചേർന്ന് പിടിച്ചിട്ട്, ഇതാണ് സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ടെൻഷൻ അടിച്ചൊരു സംഭവം. കാരണം ഉപ്പെങ്ങാനും കൂടിയ പിന്നെ തൈര് ഒഴിക്കേണ്ടി വരും, അത് വേറെ കാര്യം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നറിയില്ല, കറക്റ്റാണ്. വേണമെങ്കിൽ ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ ഇടാം. എനിക്ക് കറക്റ്റ് ഉപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ചിലർക്ക് ഈ ഉപ്പ് കുറച്ചുകൂടെ വേണം എന്നുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടി വേണമെങ്കിൽ കുറച്ച് ഉപ്പിടാം. എന്ത് ചെയ്യണം, ഒരു ശകലം ഉപ്പും കൂടെ ഇടാം. നമ്മളായിട്ട് കാണുന്നുണ്ടോ, കണ്ടോ, ഇത്രേ ഉപ്പേ ഉള്ളൂ, കാണുന്നുണ്ടല്ലോ, അത്ര ഉപ്പും കൂടെ ഞാൻ ഇടുന്നു. ബാക്കി സെറ്റാണ്. അപ്പോൾ നമുക്കിനി ലെയർ ചെയ്യാം. ഇത് പനീർ ബിരിയാണിക്കുള്ള റൈസ്, നമ്മുടെ റൈസ് കൂടി ഇരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടു. നമ്മൾ ഇത് ആക്ച്വലി നമുക്ക് അധികം അമ്മക്ക് താക്കണ്ട, കുറച്ചൊന്ന് എന്താ പറയാ ലെവൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഇതില്ലേ സ്റ്റോക്ക്, അത് ഒഴിക്കാം. ഇത് ആക്ച്വലി നാച്ചുറലി കളർ വരുത്തുന്ന സംഭവമാണ്. കാരണം ഇതിനകത്ത് മഞ്ഞപ്പൊടി, ഇതിനകത്ത് കളർ ഉണ്ടാവും. നിനക്ക് ഞാൻ ഫുഡ് തരും, നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ കിസ്മിസ് ഒരു ലെയർ ഇടാം. Yeah, I'm actually scared, you know. Like people would judge that this is not the right way to make. Who cares? Yeah, who cares? Yeah. Oh, ആ ഒരു ലാസ്റ്റ് ഗ്രേവി നമ്മളിങ്ങനെ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് അലങ്കോലപ്പൊടി. എടോ, ഞാനിവിടെ വ്ളോഗ് എടുക്കൂടോ, അങ്ങനെ കൊണകൊണെന്ന് പറയല്ലേ. ഓക്കെ, ആൻഡ് ഉള്ളി, കുറച്ച് ഡൗട്ടുണ്ട് ഇത് അടയുമോന്ന്, പക്ഷെ നമുക്ക് നോക്കാം. ആൻഡ് ലാസ്റ്റ് mint leaves. This is mint leaves. Mint leaves. You heard us mint leaves. No. കുറച്ചേ ഉള്ളൂ. ഓവറായിട്ട്
ഇട്ട് നമ്മളത് കളവാക്കണ്ട. ഞാനിതിന് ലോ സിമ്മറിലിടാൻ പോകണം. ഒരു 20-30 മിനിറ്റ്സിൽ സിമ്മറിലിടാൻ പോകണം. അതിൽ കൂടുതൽ വേണ്ട, ചോറ് കുഴയും. ഓക്കെ, അപ്പോൾ ഇനി 20-30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇത് തുറക്കാൻ പോവാണ്. വെറുതെ വന്ന് കാണുന്നെങ്കിൽ കാണണ്ടേ. നല്ല രസമുണ്ട്. ചേച്ചി എന്താണ് കല്യാണോ? ഓ ഞാനിത് വീഡിയോ കാണിച്ചു തരാം. വീട്ടിൽ അപ്പോൾ ബിരിയാണി റെഡിയാണ്. ഇതാണ് എൻ്റെ ബിരിയാണി. ഇത് ഇനി ആരെ കൂടെ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു ഞാൻ ആലോചിക്കുന്നു. കഴിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ റൈസ് ഞാനിത് ആദ്യമേ കോരിയെടുക്കും. കാരണം അത്രയ്ക്ക് ഓവറായി ഓവറായി എന്നല്ല പറഞ്ഞോട്ട് വിചാരിച്ചിട്ടുണ്ട്. വേണ്ട ഇവിടെ ഇരുന്നോ. ഓക്കെ, ആനന്ദ് എന്താ പ്ലേറ്റ് ഇരുന്നു. ആനന്ദേ മതിയോ? അല്ല വേണ്ട, ഇത്തിരി കൂടി ചോറ് മതി, ഇത്തിരി മതി. ഞാൻ വരാം. ഏതെങ്ങനെയാണ് ഈ ഹോട്ടലുകാർ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ബൗളിലിട്ടിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് പറ. വീഡിയോ മര്യാദക്ക് കഴിച്ചിട്ട് എന്റെ ബിരിയാണി കഴിച്ചിട്ട് ദുബായി പോകുന്ന ബാക്കിയുള്ള ഒരേ ഒരു വ്യക്തി. എടാ നീ സൂക്ഷിച്ചു കേട്ടോ. കാരണം ആഷ്ലി കൊതി വിടുന്നുണ്ട്. ഞാനിപ്പോ കഴിക്കുമല്ലോ, ഞാൻ എന്നാ അവിടെ നിൽക്കും. ചൂടാറിയിട്ട് കഴിക്കാം. ചൂട് ചൂടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഭയങ്കര ഇഷ്ടം. ചൂടാറിയിട്ട് കഴിക്കും. എങ്ങനെയുണ്ട്? എനിക്ക് അങ്ങനെ ചേച്ചി, ഞാൻ കഴിച്ചോളാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ ടേബിൾ കഴിച്ചു. ഉപ്പും മുളകും എല്ലാം ഉണ്ട്. മണം പിടിച്ചു വന്നു. വേണം. ഓക്കെ, നമുക്കിനി ബാക്കിയുള്ളവർക്കെല്ലാം ഇനി ഇത് കൊടുക്കാം. ആഷ്ലി കൊതി വിടല്ലേ. അവന് പോകേണ്ടതാണ്. ഫ്ലൈറ്റിൽ വെച്ച് ബാത്റൂമിൽ പോയി കഴിഞ്ഞ സീനാണ്. തുടക്കം പറഞ്ഞില്ലേ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന്. ഇപ്പൊ കാണാം. നമസ്കാരം. എന്നാണ് പോണേ? ആ പക്ഷെ അവൻ അത്രല്ലേ. ഇത്രയും കൂതറ കോലത്തില് വീഡിയോ എടുക്കുന്ന മിസ്റ്റർ ഞാൻ എന്താ പറയുന്നത്? ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലേ രാവിലെ വരാനായിട്ട്. ഓക്കെ, എനിക്ക് വേണ്ടി ഒരാൾ ബിരിയാണി ഒക്കെ സെറ്റ് ആക്കി രാവിലെ വാന്നൊക്കെ പറഞ്ഞ, പക്ഷേ സേഫ്റ്റി റീസൺസ് ആൻഡ് പാക്കിംഗ് തിരക്ക് ലേറ്റ് ആയി പോയി, വളരെ ലേറ്റ് ആയി പോയി. പച്ച വെള്ളം കുടിച്ചിട്ടില്ല. ഇപ്പൊ ബിരിയാണി കഴിച്ചിട്ട് ഇണ്ടോന്ന് പോലും അറിയില്ല. ഡാർക്ക് സീൻ എനിവേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
പനീർ ബിരിയാണി കഴിക്കണം. കുറച്ച് ടേസ്റ്റി ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഐ മീൻ ലോറി അല്ല കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യാൻ എന്താണ് എന്റെ മത്സരമൊന്നുമില്ല. അല്ല. ഞാൻ പക്ഷെ ഇന്നത്തെ ആദ്യമായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി. ഇന്ന് ഇത്രയും നമ്മളിത് എത്ര നാൾ കൊണ്ട് പ്ലാൻ ചെയ്താ ബ്രോ? ഓക്കെ, നമ്മൾ എത്ര നാൾ കൊണ്ട് പ്ലാൻ ചെയ്ത? ഓൾമോസ്റ്റ് ഒരു വർഷത്തിന് മേലെ മേലെയായില്ലേ? പറയുന്നുണ്ട്. ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഫുൾ ഓട്ടോ ആയിരുന്നു. ആകപ്പാട് ഒരു ചോക്ലേറ്റ് മിൽക്ക് മാത്രമേ കുടിച്ചേ. ഒരു രക്ഷയില്ല. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് രക്ഷയില്ല. അങ്ങനെ കൈ ഇറക്കിയ ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. കഴിച്ചിട്ട് പറ. ഞാനൊരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ. ഒരു സെക്കൻഡ് പോസ്. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ വർഷങ്ങളുടെ പ്ലാനിങ് അവസാനം ഞാൻ പോവാനായപ്പോ നടന്ന് എന്തായാലും ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം ഞാൻ വിചാരിച്ചത് നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വിടത്തുള്ളൂ. ഞാനതുകൊണ്ടാ ഇന്ന് രാവിലെ ബ്രോ വിളിച്ചപ്പോ എനിക്ക് ശരിക്കും വരണം എന്നുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ ഓട്ടം ദാറ്റ് വൈ ലേറ്റ് ആയി പോയി. സോ അറ്റാക്കിലോട്ട് പോവാ. ആദ്യം നമുക്ക് ചോറ് കഴിക്കണോ കോഴി കഴിക്കണോ? കോഴി. ഓ, തൊട്ടപ്പളേക്ക് വിട്ട് വരുന്ന കോഴി കേട്ടോ. കൺസിസ്റ്റൻസി ഫുഡ് ബ്ലോഗേഴ്സിന്റെ ഞാൻ തള്ളാനൊന്നും പോകുന്നില്ല. ഇത് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ബിരിയാണി ശരിക്കും. ഇത് ഞങ്ങളുടെ നാട്ടില് ഒരു മുസ്ലിം ഫാമിലി ഉണ്ട്. അവരുണ്ടാക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് കാര്യമായിട്ട് എന്റെ വീടിനടുത്ത് ഒരു ഫാമിലി ഉണ്ട്. അവരുണ്ടാക്കണ ടേസ്റ്റ് എങ്ങനെ അറിയില്ല. കോഴിക്കോട് അവിടെ കിടക്കണ, ബ്രോന്റെ സ്ഥലം അവിടെ കിടക്കുന്നു. പക്ഷെ അടിപൊളി ബിരിയാണി കേട്ടോ ശരിക്കും. ഞാൻ കൂടുതലും ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കാറ്. ഇതൊരു മലബാർ ടേസ്റ്റുള്ള ബിരിയാണി. നല്ല മസാല. ഞാൻ ഭയങ്കര മസാലേന്റെ ആണ്. ഇതിനകത്ത് നമ്മള് മുളക് പൊടി ഇടത്തേയില്ല, വേറെ ഒന്നും എടുത്തില്ല. ജസ്റ്റ് മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്തിട്ടോ. അതിന്റെ ടേസ്റ്റ് എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. എനിക്ക് ശരിക്കും ഇഷ്ടമായി. നല്ല മസാല. കോഴി നന്നായിട്ട് വേണമെന്നില്ല. സെറ്റ് ബിരിയാണി. ലൊറൈൻ ഉണ്ടാക്കി അച്ചാർ കഴിച്ചോ? കുഴപ്പമില്ല. ഞാൻ വലിയ നാരങ്ങച്ചാർ ഫാനല്ല, പക്ഷെ സാധനം നല്ലതാ. അവൾക്കൊരു പേടി ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയിട്ട് വല്ല കുറ്റം പറയുന്നു. നല്ല സാധനം. ഞാൻ അവസാനം പോകാൻ 2 ദിവസം മുന്നേ ഉള്ളപ്പോ ഓടിക്കഴിച്ച് വന്ന് ബിരിയാണി കഴിച്ച് സെറ്റായി. ആദ്യത്തെ ഭക്ഷണം ആയതുകൊണ്ട് പിന്നെ പ്രത്യേക ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുണ്ട്. അതെ, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് എന്റെ റെസിപ്പിയാണ്. ഇത് ചിലർക്ക് വന്ന് അടി കമന്റ് ബിരിയാണി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഓരോ ആൾക്കാർക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ബിരിയാണി അത്രേ ഉള്ളൂ. എന്താണേലും നല്ല ബിരിയാണിയാ, കുറ്റമൊന്നും പറയാനില്ല. ശരിക്കും ഇഷ്ടമായി. ഇങ്ങനെയല്ല ഞങ്ങളുടെ ടേസ്റ്റ് ഇങ്ങനെയല്ല, പക്ഷെ വെറൈറ്റിയാ. എനിക്ക് ശരിക്കും ഇഷ്ടമായി. കഴിച്ച് ക്ഷീണിച്ച സത്യം. ഞാൻ ഇന്നത്തെ ദിവസം വേറെ ഒന്നും ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല ടയേർഡും ആയിരുന്നു. എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ 3 പ്ലേറ്റ് ബിരിയാണി ഒക്കെ കഴിക്കുന്ന. ആദ്യം ഞാൻ എന്റെ ബിരിയാണി ടേസ്റ്റ് ചെയ്യും. നമ്മുടെ രണ്ടുപേരും എത്ര ട്രിപ്പ് പോയല്ലേ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് കുക്കിംഗ് ഒരു ദിവസം ഒരു ബ്ലോഗ് ചെയ്യാൻ. ഒരു വട്ടം എന്റെ വീഡിയോയിൽ ബ്രോ പാസ്ത ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് കുക്കിംഗ് വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടണം എന്ന് പ്ലാൻ ചെയ്തത് തന്നെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. പക്ഷെ അത് നടന്നില്ല. ഞങ്ങൾ ഇഷ്ടംപോലെ ട്രിപ്പ് ഒരുമിച്ച് പോയി. ട്രിപ്പ് അടിപൊളിയായിരുന്നു. എല്ലാം മെമ്മറബിൾ. സ്നോയില് കളിച്ചത്, ഫോറസ്റ്റ് കാലക്കി മറിച്ചത്. എന്തായാലും അവസാനം അങ്ങനെ ഫുഡ് കഴിച്ചപ്പോ ഭയങ്കര ശരിക്കും അടുത്ത കൈ കഴുകിയിട്ടാണ് അടുത്തയിലേക്ക് പോണ്ടേ. പക്ഷെ അതിനുള്ള ഒരു മാനസിക ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. കണ്ട കോഴി പോലെ ഉണ്ട് കേട്ടോ. ഇതാണല്ലോ ശരിക്കും വെജിറ്റേറിയൻസിന്റെ ഒരവസ്ഥ. ചിക്കൻ ചിക്കൻ ആണല്ലോ അവരുടെ. ശരിക്കും ഒന്നും തോന്നരുത്. 2 ബിരിയാണിയും നല്ലതാണ്. ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി നല്ലത് തന്നെയാ. പക്ഷെ പനീർ ബിരിയാണി കിട്ടില്ല ശരിക്കും. ആ പനീറിനൊരു ടേസ്റ്റ് ബിരിയാണിന്റെ കൂടെ കേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചടങ്ങ്. ഫ്ലേവർ അങ്ങനെ അതിന്റെ കിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ പനീറിന് നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഈ റൈസിന്റെ മസാല അടിപ്പൻ, അതായത് വേറൊരു മസാല. ഇത് അടിപൊളി മസാല. രണ്ടാളുടെ ബിരിയാണിയും കൊള്ളാം. അപ്പൊ രണ്ടാൾക്കും ഞാൻ മാർക്ക് തന്നിരിക്കുന്നു. എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി. ഞാൻ മാർക്ക് എത്ര വേണമെങ്കിലും തരാം. ശരിക്കും നൈസ് ബിരിയാണി.
അങ്ങനെ കുറെ നാളായിട്ട് ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനം ചെയ്യിപ്പിച്ചു. അതെ, അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു 1.5 വർഷമായി ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ട്രാവൽ കുറെ ചെയ്തു, പക്ഷെ ട്രാവൽ അല്ലാതെ ഞങ്ങള് ഫുഡ് വ്ലോഗ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരുമിച്ച് കൂടെ നിന്ന് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എന്തായാലും ഞാൻ തന്നെ ഫുഡ് കുക്ക് ചെയ്യുന്ന വ്ലോഗ് ഒക്കെ എടുത്ത് എന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആയി. പിന്നെ എനിക്ക് വിളമ്പി തന്നതും കൂടെ ഉണ്ടായിരുന്ന ജ്യൂസ് വേണോ, ഐസ്ക്രീം വേണോ, കോള വേണോ ചോദിച്ച എല്ലാവരോടും നന്ദി. ഇപ്പൊ ജയ്സേട്ടനും ഗ്രീഷ്മയും ഒക്കെ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോ ഇനി ഞങ്ങള് നാട്ടിൽ വെച്ചായിരിക്കും ഇനി എപ്പോഴെങ്കിലും അടുത്ത വ്ലോഗ് ഒരുമിച്ച് കോഴിക്കോട് നമുക്ക് ഇനി ഫുഡ് ബിരിയാണി കോഴിക്കോട് വരുമ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് സെറ്റ് ആക്കാം നമുക്ക്. പിന്നെ എന്തായാലും ഇനി നാട്ടിൽ വെച്ചിട്ട് കാണാം. അതെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ ഇനി ഞങ്ങൾ കാണും. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അങ്ങോട്ട് ഞെക്ക് അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.